ഗോൾഡ് എന്ന് പറയുന്നത് ഇന്ന് ലോക സാമ്പത്തിക രംഗത്തിന് നിർണായകമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനിയും ഗോൾഡിൻ്റെ വില വല്ലാതെ ഉയരുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ഗോൾഡിന് വില വർദ്ധിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ ശേഖരം ഉള്ളതും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. ആളുകൾക്കത് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു കണക്കനുസരിച്ച് അത് 50,000 ടൺസിന് മുകളിൽ അങ്ങനെയുള്ള പദ്ധതികളിലേക്ക് ഗോൾഡിനെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കാതെ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാവുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കുറേ കൂടി ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് എത്ര പേർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഗോൾഡിൻ്റെ ശേഖരം സാർ, ഇപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഓരോ ദിവസം എത്രത്തോളം ഗോൾഡ് സ്വന്തമാക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇന്ത്യയെക്കാളും ഗോൾഡിൻ്റെ അസറ്റ് ഏറ്റവും കൂടുതൽ US-ലാണെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ US-ലെ പല പ്രൊവിൻസിലും ഈ ഗോൾഡിൻ്റെ ശേഖരമുണ്ട്, അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ഉണ്ട്. ഇപ്പോൾ ഈവൻ നവേദയോ സാൻ ഫ്രാൻസിസ്കോയോ അങ്ങനെ ഏതൊക്കെ പ്രൊവിൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഗോൾഡ്, ഹൗസ് ഗോൾഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അത് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ US-നെക്കാളും കൂടുതലായിരിക്കില്ലേ? ഈ പറയുന്ന ഗോൾഡ് ഫ്യൂച്ചർ എക്കോണമി എന്തുമാത്രം സ്ട്രെങ്തൻ ചെയ്യും, ഒന്ന് പറയാമോ? ഗോൾഡ് എന്ന് പറയുന്നത് ഇന്ന് ലോക സാമ്പത്തിക രംഗത്തിന് നിർണായകമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. കുറച്ചൊരു 10-30 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ഇതിലുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ആഗോള സാമ്പത്തിക ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ട്രഡീഷണലി നമ്മൾ വിശ്വാസ്യത ആർജിച്ചിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത്, ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് ഗോൾഡ് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതി. ഇപ്പോൾ അക്ഷയ തൃതീയക്കൊക്കെ ഒരു ചെറിയ ഗ്രാം ഗോൾഡ് വാങ്ങിക്കുക, അങ്ങനെ ഗോൾഡിൻ്റെ ഒരു ശേഖരം ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഗോൾഡിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം വലിയ തോതിൽ വില വർദ്ധിച്ചിരിക്കുന്നു. വലിയൊരു ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 100-200%-300% വില ഗോൾഡിന് വർദ്ധിച്ചൊരു സ്ഥിതി. ഒരു ഇൻസ്ട്രുമെൻറ്റും അങ്ങനെ ഒരു റിട്ടേൺ തന്നിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റ് തന്നിട്ടില്ല, മറ്റേ ഭൂമി തന്നിട്ടില്ല, മറ്റേതെങ്കിലും നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും അത്രയും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലോ, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലോ, വേറെ ഒരു 5 വെർട്ടിക്കൽസ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ടോപ്പിൽ 250-300% ഗ്രോത്തിൽ നിൽക്കുന്നത് ഗോൾഡ് തന്നെയാണ്. അപ്പോൾ ഓരോ മലയാളിക്കും ഓരോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ മാസം ഓരോ പവനെങ്കിലും മിനിമം മേടിക്കാൻ പറ്റുമെന്നുള്ള, ഒരു ഗ്രാമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പവൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് 10-70 രൂപ റേഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രാമെങ്കിലും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയായി. അപ്പോൾ അത് ഇനിയും വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആഗോള പ്രഡിക്ഷൻസ് എല്ലാം തന്നെ പറയുന്നത് ഇനിയും ഗോൾഡിൻ്റെ വില വല്ലാതെ ഉയരുന്നതിന് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ എല്ലാ നിക്ഷേപ മാർഗങ്ങളും, പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്ര ബാങ്കുകൾ, റിസർവ് ബാങ്ക് പോലെയുള്ള സെൻട്രൽ ബാങ്കുകൾ എല്ലാം നിക്ഷേപം നല്ലൊരു പങ്ക് ഗോൾഡിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഈ ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ഗോൾഡിന് വില വർദ്ധിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ US ഫെഡറൽ റിസർവിൻ്റെ കൈവശം 10,000 ടണ്ണിലധികം ഗോൾഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ റിസർവ് ബാങ്കിൻ്റെ അടുത്ത് ഇപ്പോൾ ഏറ്റവും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു മാസം 200 ടണ്ണോളം സ്വർണ്ണമൊക്കെ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 4,000 ടണ്ണിൽ താഴെയാണ് ഇന്ത്യയുടെ ഗോൾഡ് ശേഖരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ 10,000-12,000 ടൺ അമേരിക്കൻ്റെ ഉണ്ടെങ്കിലും ഒരു 10 വർഷം മുമ്പുള്ളൊരു കണക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ, ആളുകളുടെ കയ്യിൽ 35,000 ടണ്ണിലധികം ഗോൾഡ് ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. നമ്മുടെ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഗോൾഡിൻ്റെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെ മെഷർ ചെയ്യാൻ പാടാണ്. പക്ഷേ വേറെ ഏത് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ചും ഇന്ത്യയുടെ സോഴ്സിങ് കൂടുതൽ തന്നെയാണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ ശേഖരം ഉള്ളതും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. ഒരു സംശയമില്ല. ഒഫീഷ്യൽ റൂട്ടിലല്ല എന്ന് മാത്രം ആളുകളിൽ. പക്ഷേ ആ സ്വർണത്തെ നമ്മൾ അൺവൈൻഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഉൾച്ചേർത്ത്, സ്വർണ്ണം ഒരാളുടെ വീട്ടിൽ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു അസറ്റും സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് വലിയ അർത്ഥമില്ല, വാല്യൂ ഇല്ല. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം അസറ്റ്.
ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഗോൾഡ് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ മോണിറ്റൈസേഷൻ ചെയ്യാത്തിടത്തോളം കാലം ഗോൾഡ് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഗോൾഡിനെ മോണിറ്റൈസ് ചെയ്യാൻ, അതിനെ വൈബ്രൻ്റ് ആക്കാൻ, അതിനെ ഇക്കോണമിയിലേക്ക് ചലനാത്മകമായി കൊണ്ടുവരാൻ ഈ കേന്ദ്ര സർക്കാർ ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്ന് നോക്കിയിരുന്നു. പക്ഷെ പലതും ക്ലിക്ക് ചെയ്യുന്നില്ല, ആളുകൾക്കത് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു വലിയ പ്രോബ്ലം ഇന്ത്യക്കുണ്ട്. ആ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ അപര്യാപ്തത കൊണ്ടോ എന്തുകൊണ്ടോ ആ മോണിറ്റൈസേഷൻ സ്കീമുകളും അത് വൈബ്രൻ്റായി മാറാത്തൊരു സ്ഥിതിവിശേഷം പലതും ഗവൺമെൻറ് വീണ്ടും റോൾ ബാക്ക് ചെയ്യേണ്ട സ്ഥിതിയിലേക്കും വന്നു. പക്ഷേ ഈ ഗോൾഡ് ഇത്രയും വലിയൊരു അസറ്റിലേക്ക് പോകുമ്പോൾ, ഇത്രയും വലിയൊരു വാല്യൂ ചെയിനിൽ വലിയൊരു ഇതായിട്ടത് മാറുമ്പോൾ, വലിയൊരു അസറ്റ് ക്രിയേഷൻ അതിനകത്ത് ഉണ്ടാകുമ്പോൾ, നമ്മൾ ഇന്ത്യയെ പോലെ രാജ്യം അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ അൺവൈൻഡ് ചെയ്യണം. അങ്ങനെ അത് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിനടുത്ത് അതാണ് ആദ്യമേ സൂചിപ്പിക്കുക. നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറേ തിങ്കിങ് കൂടി ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് വന്നാൽ നമുക്ക് വലിയൊരു രാജ്യമായിട്ട്, ലോകത്തെ അതിശക്തമായൊരു രാജ്യമായിട്ട് കുതിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് ഗോൾഡ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു കരുത്താണ്, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അതെ സാർ, ഇപ്പോൾ ഈ സാറ് പറഞ്ഞതുപോലെ യുഎസിനെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡിൻ്റെ അസറ്റ് ഭയങ്കര വലുതാണ്. പക്ഷേ ഈ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഓരോരുത്തരുടെ വീടുകളിൽ ഇരിക്കുന്ന ഗോൾഡ് ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതൊരു ഇൻഡിവിജ്വൽ അസറ്റാണ്. ഒരു ഫിനാൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമോ അതിന് പ്രോപ്പറായിട്ട് അസറ്റ് മാനേജ്മെൻറ്റ് എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യയുടെ എക്കോണമി എടുക്കുന്ന സമയത്ത് ഇതൊരിക്കലും പ്രോപ്പർ മെഷർമെൻ്റ് ഇല്ലാതെ ഒരിടത്തും ഹൈലൈറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. സാറ് പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്ട്രാറ്റജി കൊണ്ടുവന്നു, പക്ഷേ ഇതൊന്നും സക്സസ് ആയില്ല. അതായത് ഇതെന്താണ്, എത്രയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് മാർക്കറ്റിലേക്ക് സാറ് പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു വാല്യൂ ഉള്ളൂ. പക്ഷേ ഇത് പലതും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയിൽ കൂടുതലാണെങ്കിൽ തന്നെയും ഇതിനെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ കഴിയും? കാരണം ഇന്നും US പറയുന്നത് US ആണല്ലോ ഗോൾഡിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ പറയുക ഘടന, അല്ലെങ്കിൽ അതെ ഒഫീഷ്യൽ ശേഖരം അവരുടെയിലാണെന്ന് അവരിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇരിക്കുന്ന അസറ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നും ഇത് പ്രോപ്പറായിട്ട് നമുക്കത് വാലിഡേഷൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു സിസ്റ്റം പ്രാക്ടിക്കലാണോ? എന്തോ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തരും. ഈ 35,000 ടണ്ണോളം ഗോൾഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കണക്കെടുത്തിട്ട് പറഞ്ഞതല്ല, അസംഷനാണ്. ഒരു ഇന്ത്യയിലെ ഹൗസ് ഹോൾഡിൻ്റെ എണ്ണം എടുക്കുക, ആവറേജ് എത്ര ഒരാളുടെ എത്ര കാണാം, 1 പവൻ 2 പവനെങ്കിലും ഇല്ലാത്തൊരു ഫാമിലി ഉണ്ടാവാൻ ഇതായിരിക്കും. അങ്ങനെ ഒരു കണക്കെടുത്തിട്ട് നടത്തിയിട്ടുള്ള ഒരു അസംഷനാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വീടുകളിലെ ഗോൾഡിൻ്റെ കണക്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്പലങ്ങളിലെ പള്ളികളിലെ ആരാധനാലയങ്ങളിൽ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അസംഷൻ, ഞാൻ ഈ 35,000 ടണ്ണിനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു കണക്കനുസരിച്ച് അത് 50,000 ടൺസിന് മുകളിൽ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് ഇപ്പം നമ്മൾ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എത്ര പേർക്കറിയാം? കുറവാണ്, വളരെ കുറവാണ്. അതിനകത്ത് നമുക്ക് ആ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തുകൊണ്ട് നമ്മുടെ അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്കീമുകളിലേക്ക്, അങ്ങനെയുള്ള പദ്ധതികളിലേക്ക് ഗോൾഡിനെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കാതെ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാകുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കുറേ കൂടി ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആവിഷ്കരിച്ച പല പരിപാടികളുടെയും പരിമിതിപ്പെട്ടു പോയത് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാൻ കാരണം ജനങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് എത്തുന്നില്ല. ആളുകൾ ഇപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്വർണം പോകുമെന്നാണ് ആശങ്ക. ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഒരു പല സ്കീമുകളിൽ നമുക്കറിയാം ഗോൾഡ് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നു. വേണമെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അത് ഗോൾഡായിട്ട് നമുക്ക് എടുക്കാം ബാങ്കുകൾ വേണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പൈസ നേടാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് എത്ര പേർക്കാണ് മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ അങ്ങനെ ഇന്നവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ ഇപ്പോൾ UAE ഇക്കോണമിയുടെ ദുബായ് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോൾഡിൻ്റെ കേന്ദ്രമായിട്ട് പറയുന്നത്. അവരതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചാണ് ഈ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം. സമ്പത്ത് ഐഡിയലായിട്ട് വീടിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു കെട്ടിടമുണ്ട്, എനിക്കൊരു സ്ഥലം, ഒരു കെട്ടിടമുണ്ട്, ഞാനത് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ അതിനകത്ത് ബെനിഫിറ്റ്?
അത് നശിച്ചു പോവും. അതേസമയത്ത് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്താൻ കൊടുക്കുന്നു, അന്വേഷിച്ച ഒരാളെ കണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലം ഞാൻ കൃഷി ചെയ്യുന്നു, ആരെങ്കിലും ഏർപ്പെടുത്തി പച്ചക്കറിയോ മറ്റെന്തെങ്കിലും കൃഷി ചെയ്ത് വരുമ്പോഴാണ് അതിനകത്ത് നമുക്ക് റിട്ടേൺ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ എ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കറക്റ്റ്. ഒരു പക്ഷേ ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സാധനം ഒരു 20 കൊല്ലം കഴിയുമ്പോൾ അത്രയും വാല്യുവേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അത് കുറേ കൂടി വിദഗ്ധമായ ആലോചനകൾ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചർച്ചയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതെ, അതുപോലെ ഗോൾഡിൻ്റെ കാര്യത്തിലും കുറേ കൂടി വിദഗ്ധമായ ലെവലിൽ ചർച്ച നടത്തി ജനങ്ങളുടെ ആ അസറ്റ് നമുക്ക് എങ്ങനെയാണ് വൈബ്രൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഗവൺമെൻറ് ചിന്തിക്കണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പറയാനുള്ളത്. സന്തോഷം. അതായത് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി വരുവാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ നിന്ന് വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം. നമ്മുടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അത് പല സ്ഥലങ്ങളിലും അത് ഫെമിലിയർ അല്ല, പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസും പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന അസറ്റ് മാനേജ്മെൻറ്റ് എന്താണോ അത് മാർക്കറ്റിലേക്ക് വരികയും സ്വാഭാവികമായിട്ട് അതിനൊരു ഫിനോമിനൽ ഗ്രോത്ത് ഉണ്ടാകും. പലർക്കും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ്. ഈ പേടി മാറ്റിയെടുക്കുകയാണ് ശരിക്കും ആദ്യം വേണ്ടത്. നന്ദി.